5 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ വിധി എഴുതാൻ മലയാളികൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആകെയുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ എത്ര UDF എത്ര LDF എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കേരളത്തിൽ താമര വിരിയുമോ എന്നതും ശ്രദ്ധേയമാണ്. അനന്തപുരിയിൽ രാജീവ് ചന്ദ്രശേഖരനും തൃശൂരിൽ സുരേഷ് ഗോപിയും വലിയ പ്രതീക്ഷയിലാണ്. സംസ്ഥാന ഭരണം 2 വട്ടം LDFന് നൽകിയപ്പോഴും കഴിഞ്ഞ 3 തവണയും ലോക്സഭാ ഇലക്ഷന് UDFനൊപ്പം നിന്ന ചരിത്രമാണ് കേരളത്തിനുള്ളത്. 2009 LDF വെറും 4 സീറ്റുകൾ നേടിയപ്പോൾ UDF വിജയിച്ചത് ബാക്കിയുള്ള 16 സീറ്റുകളിലാണ്. 2014 രാജ്യമാകെ BJP തരംഗം അലയടിച്ചപ്പോഴും മലയാളികൾ UDFന്റെ കൂടെ നിന്നു. ആ വർഷം UDF നേടിയത് 12 സീറ്റുകളാണ്. LDF നില മെച്ചപ്പെടുത്തി 8 സീറ്റുകൾ നേടി. എന്നാൽ 2019 രാഹുൽ ഗാന്ധി തരംഗത്തിൽ 19 സീറ്റുകളാണ് UDF കേരളത്തിൽ നേടിയത്. LDFനോട് കേരളത്തിൽ ആഞ്ഞടിച്ച എതിർപ്പും അന്ന് UDFന് ഉപകാരപ്പെട്ടു. കേവലം 1 സീറ്റ് മാത്രമാണ് ആ വർഷം LDFന് നേടാനായത്. പതിവ് പോലെ തന്നെ ആ വർഷവും മലയാള മണ്ണിൽ താമര വിരിഞ്ഞില്ല. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 25,231 ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്താൻ 2.77 കോടി വോട്ടർമാരാണുള്ളത്. ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്തതിനാൽ വോട്ട് ചെയ്യാൻ യുവതലമുറ മടിക്കുന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. വോട്ട് ചെയ്യാറുണ്ടോ? ഇല്ല. എന്താ വോട്ട് ചെയ്യാത്തത്? വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തതിന് വല്ല കാരണവും? അതെന്താ, ഈ ഒരു പ്രക്രിയയോട് താല്പര്യമില്ലാതാണോ? ജനാധിപത്യം ഒന്നും വർക്കാവുന്നില്ല എന്നാണോ? അതുകൊണ്ടാണ് വോട്ട് ചെയ്യാത്തത്. വോട്ട് ചെയ്യാറുണ്ടോ? ഞാൻ വോട്ട് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യാത്തത്? ഞാൻ വോട്ട് ചെയ്യാൻ മറ്റേ വോട്ടർ പട്ടിക കൊടുത്തിട്ടില്ല. ഇനി ഒരു ഫ്യൂച്ചറിലേക്ക് ഞാൻ വോട്ട് ചെയ്യത്തില്ല, ഒരു കുറച്ച് നാളത്തേക്ക്. കാരണം ആർക്ക് വോട്ട് ചെയ്താലും നമ്മുടെ ഒരു ദിവസം പോകുന്നു മാത്രമേ ഉള്ളൂ. ആ ദിവസം വല്ല ട്രിപ്പും പോകണം, നമുക്ക് എൻജോയ് ചെയ്യാം. അത് മാത്രമാണ് ഈ വോട്ടിൻ്റെ ഒരു ഗുണമുള്ളൂ. വോട്ട് ചെയ്യുന്നില്ല. അതിന് എന്തെങ്കിലും പ്രത്യേക റീസൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പം നമ്മുടെ വോട്ട് കൊണ്ടൊന്നും വലിയൊരു ഡിഫറൻസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പം അത്ര വോട്ട് വേണ്ട ഒരാൾ ജയിക്കണമെങ്കിൽ. പിന്നെ അങ്ങനെ എല്ലാ പാർട്ടിക്കാരും സ്വന്തം കാര്യങ്ങൾ മാത്രമേ നോക്കാറുള്ളൂ. പിന്നെ നമ്മളതിന് വേണ്ടി നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയൊക്കെ ലൈഫ് വെറുതെ കളയുന്നതാണ്. അങ്ങനെ നമ്മുടെ ടൈം എന്തിനാണ് എനിക്ക് വേണ്ടി കളയുന്നത്? അതുകൊണ്ടാണ്. പ്രധാനമന്ത്രിയുടെ മുസ്ലിങ്ങൾക്കെതിരായ പരാമർശം വലിയ തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം കേരളത്തിന് UDFന് അനുകൂലമായേക്കും. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഈ പരാമർശങ്ങൾ സംസ്ഥാനത്തെ NDA സഖ്യത്തിനെയും LDFനെയും ഒരുപോലെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്തുതന്നെയായാലും കേരളം നാളെ ജനവിധി എഴുതും. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. ജൂൺ 5-നായിരിക്കും ഫലപ്രഖ്യാപനം.